ഹലോ, വെൽക്കം ടു എവി ടിപ്സ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എന്താണ് കാണുന്നതെന്നല്ലേ, നമ്മളിവിടെ എൻ്റെ നാട്ടിലാണ് കേട്ടോ. എൻ്റെ നാട്ടിലുള്ള ഒരു അമ്പലത്തിലാണ് വന്നിട്ടുള്ളത്. ഇരുന്നിലങ്കോട് അമ്പലം എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമ്മാ ഈവനിങ് ആയപ്പോൾ ഇവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടുത്തെ ഈ പാറ കയറലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ കയറി പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയപ്പോൾ അതെന്തായാലും വ്ളോഗാക്കി എടുക്കാൻ തീരുമാനിച്ചു. കുറച്ചധികം ദൂരം കയറാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ കയറി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പോയി തുടങ്ങാം. അപ്പം നമ്മൾ കയറാൻ തുടങ്ങി. അപ്പോൾ വിഷ്ണുവേട്ട ഇത് ഫസ്റ്റ് തന്നെ ഓടിച്ചാടി നല്ല ആവേശത്തിൽ കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുന്നേ എന്നെ ഫോളോ മീ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നല്ല കുത്താനുള്ള കയറ്റാണ് കേട്ടോ. അയ്യാ, ഇപ്പം തന്നെ ക്ഷീണിച്ചു തുടങ്ങി. കുറേ നാളായി നമ്മൾ ഇതുപോലെയുള്ള, അയ്യോ എൻ്റെ കൈ പിടിക്കോ, കുറേ നാളായി ഇതുപോലെയുള്ള കയറ്റമൊക്കെ കയറിയിട്ട്. ഇതിങ്ങനെ അമ്പലം, ഇതാണ് അമ്പലം കണ്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അയ്യോ, നല്ലൊരു രസമല്ലേ. കൊറോണയൊക്കെ ആയിട്ട് പുറത്തിറങ്ങാതെ പറയാൻ വരാൻ പറ്റണില്ല. അയ്യോ, ഇപ്പോഴേ ക്ഷീണിച്ച്. ഇനി എന്തോരം കയറാൻ കിടക്കണമെന്ന് അറിയോ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മുനിയറ ഉണ്ട് കേട്ടോ. മുനിയറ, അയ്യോ കുറച്ച് വെള്ളം കിടക്കായിരുന്നു. കണ്ടോ, ഇങ്ങനെയാണ്. ഇതിന് താഴെ ഗ്രൗണ്ടാണ്. അയ്യോ, കിതച്ചിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ കുറേ പേര് ഇങ്ങനെ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തെങ്കിലും ശരിക്കും നമ്മുടെ ഈ ഒരു നാടിൻ്റെ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ ഫുൾ വ്യൂ കാണാനായിട്ട് പറ്റും. ഇതിങ്ങനെ കുത്തലുള്ള കയറ്റായ കാരണേ നമ്മൾ ഈ എന്താണ് നമ്മൾ ഏതൊരു മല കയറാൻ പോയില്ലേ, ഈ ക്രിസ്ത്യാനിയോള് അതല്ല, ഈ ക്രിസ്ത്യാനിയോള് എവിടെയോ കയറാനായിട്ട് പോയില്ലേ, ഒരു ഫേമസ് ആയിട്ട്. അമ്മേ, അയ്യോ, ഇത്ര വരെ കയറി അവസാനിപ്പിച്ചാലോ. ഇനിയുണ്ട്. നമ്മളൊരു കുഞ്ഞ് പോർഷൻ എത്തിയിട്ടുള്ളൂ. കണ്ടോ, ഇത്രയുണ്ട്. അതിൻ്റെ അറ്റത്തെത്തുമ്പോഴേക്കും ആംബുലൻസ് വിളിക്കേണ്ടി വരും തോന്നുന്നു. കുറച്ചേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. അമ്മേ, ഞാനിവിടെ ഇരുന്നു കേട്ടോ. എനിക്ക് വയ്യ. ഇനി ഇതൊക്കെ ഇറങ്ങി ഉണ്ടാക്കണ്ടേ. ഇറങ്ങുമ്പോഴും പേടിയാവാ. കുത്തനെയുള്ളൊരു ഇറക്കാണ്. അയ്യോ, കുറച്ച് നേരം കഥപ്പ് മാറ്റാം. ഞാൻ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. സൂര്യനൊക്കെ ഇതേ അസ്തമിക്കാനായിട്ട് പോവാണ്. അപ്പം നല്ല രസമുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല പച്ചപ്പും ആകാശത്തൊക്കെ നല്ല അടിപൊളി ഒരു വ്യൂ അല്ലേ. സൂര്യനൊക്കെ അസ്തമിക്കാൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കാടും അതുപോലെ തന്നെ മലയും പാടവും എല്ലാം കൂടി നമുക്ക് മിക്സ് ആയിട്ടുള്ളൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ അല്ലേ. ഇനി കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ കിട്ടും കേട്ടോ. ഇപ്പോൾ കുറച്ച് ഭാഗമല്ലായിട്ടുള്ളൂ നമ്മൾ കയറിയിട്ട്. ഇവിടെ എന്തോ ഇങ്ങനെ കല്ലുകൾ ചുമ്മാ കൂട്ടി വെച്ചിട്ടിങ്ങനെ ആക്കിയേക്കാട്ടോ. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരുമ്പോൾ കാണാം, ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ. ഇനി കുറച്ച് നിരന്ന സ്ഥലമാണ് കേട്ടോ. കണ്ടോ, സമാധാനം. അല്ല, എന്നാലും ഇങ്ങനെ കയറണ്ട, കുറച്ച് ഇങ്ങനെയുണ്ട്. അയ്യോ, എത്താറായി കേട്ടോ. മുനിയറ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ട്. പക്ഷെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ശിവരാത്രിക്ക് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാവരും ഇത് കയറാറുണ്ട്, ഈ പാറ. ഇവിടുത്തെ ഈ പാറ ഭയങ്കര ഫേമസ് ആണ്. ഷഷ്ടിക്ക് ഇവിടെ ഒരു പ്രധാന ഉത്സവം എന്ന് പറയണത് ഷഷ്ടിയാണ് കേട്ടോ. കഴിഞ്ഞു അത്. പക്ഷെ ഇപ്രാവശ്യം ഒന്നും അത്ര കൊറോണ ആയ കാരണം ഒന്നും ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ ഷഷ്ടി. അപ്പോൾ ഇതിൻ്റെ പാറയുടെ മേലെ നിറയെ ആൾക്കാരും ഉണ്ടാവും. നമ്മളെത്തിട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ വയറൊക്കെ കൊളുത്തി പിടിക്കാം.
അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം കണ്ട ഒരു സമാധാനത്തിലാണ് കേട്ടോ. ഇതേ കാണുന്നതാണ് നമ്മൾ ഇത്ര നേരം കയറിക്കൊണ്ടിരുന്നത് ഈ മുനിയറയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അവസാനം ഇതേ എത്തിച്ചേർന്നു. നാഗയക്ഷിയുടെയാണ്. അവിടെയാണ് മുനിയറ. ഇവിടെ ഇവിടെ ഒരു വെള്ളം കിട്ടുന്ന സ്ഥലമുണ്ട് എപ്പോഴും. അതെവിടെയാ? അതെനിക്ക് ഓർമ്മയില്ല. എൻ്റെ കിളി പോയിട്ടിരിക്കുകയാണ്. അവിടെ ഇട്ടുണ്ട്. എപ്പോഴും അവിടെ വെള്ളം ഉണ്ടാവും ഈ പാറക്കെട്ടിൻ്റെ ഇടയിലും. വെള്ളം ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കുടിക്കായിരുന്നു. ഇതാണ് കേട്ടോ ശ്രീമുരുകൻ. ഇത് ശ്രീമുരുകൻ. ഇനി അങ്ങോട്ട് ചെറിയ പാറകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷൻ ഇതാണ് കേട്ടോ. ഇതാണ് ഈ സംഭവം പറയണത്. മുനിയറ എഴുതിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ. അതിനെക്കുറിച്ചൊരു ഹിസ്റ്ററി പോലെ എന്തോ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. എന്താണ്? തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ ദിസ് കേവ് ആൻഡ് വായിക്കി എനിക്ക് സറൗണ്ടിങ് വേർ ദ സീറ്റ് ഓഫ് ഗ്രേറ്റ് യോഗീസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ബാക്കി നിങ്ങൾ വായിച്ചോളൂ കേട്ടോ, ഞാൻ അങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അടച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പൂജയ്ക്കൊക്കെ ആൾക്കാർ മീൻസ് അമ്പലത്തിൽ പൂജാരിയൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ടൈം അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ആരും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ബാക്കിലോട്ട് നിന്നിട്ട് നിങ്ങൾക്ക് അടുത്തേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലൊരു ക്ലോസപ്പ് ആയിട്ട് മുനിയറ കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ അതിനകത്തെ കാര്യങ്ങളും പുറത്തുള്ളതൊക്കെ. അപ്പോൾ പുറത്തുള്ളത് കല്ലുകൊണ്ടുള്ള പ്രൊട്ടക്ഷനാണ് കേട്ടോ. നോക്കൂ, അതിനകത്ത് കാണുന്നില്ലേ, അതാണ് ശരിക്കുള്ള യഥാർത്ഥ മുനിയറ കേട്ടോ. കല്ല് വെച്ച് അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ, മൊത്തം ഇങ്ങനെ കല്ലുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചുറ്റി ഉണ്ടാക്കിയിരിക്കണേ. ഇവിടെ ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സന്യാസിമാരുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ തപസ്സിരുന്നത് ഇങ്ങനത്തെ ഇവിടെ ആയിരുന്നു പറയുന്നുണ്ട്. പക്ഷെ അവർ തപസ്സിരിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ മൊത്തം കാടായിരുന്നല്ലോ, ഇതുപോലെയൊന്നും അല്ലായിരുന്നു. ഇവിടെ മൊത്തം മരങ്ങളും പാറയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള സമയത്ത് മറ്റുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ല, ആനിമൽസിൻ്റെയും അതുപോലെ പല പ്രശ്നങ്ങൾ, തീ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ധ്യാനം തപസ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അറയാണ്, മുനിമാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അറയാണിത്. അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പം അതിനുള്ള പൂജയൊക്കെ നടന്ന്, പക്ഷെ ഇപ്പം ഇത് മാത്രമാണ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ബാക്കിയുള്ളതൊക്കെ കുറേ നശിച്ച് പോയിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോഴും ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്തൊക്കെ സംഭവങ്ങളാണ് അല്ലേ. ഇത്രയും ടോപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ എന്താ പറയുക പുരാവസ്തുവിൽ എന്താ പറയുക, പഴയ കാലത്തെ ഓരോരോ സംഭവങ്ങളല്ലേ. അപ്പം നമുക്കിവിടെ മെല്ലെ ഇങ്ങനെ ഇരിക്കാം, അതാണ് നല്ലത്. വിഷ്ണുട്ടത് അതിൻ്റെ ബാക്കിലോട്ട് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വയ്യ കയറാൻ. ഇനി ഇതൊക്കെ ഇറങ്ങണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഓ മൈ ഗോഡ്. ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ ഇവിടെ ഇങ്ങനെ കുത്തനെയുള്ള ഇറക്കായ കാരണേ നമുക്കൊരു പേടിയാണ്, വീഴോ സ്ലിപ്പായി പോവോ എന്നൊക്കെ ഉള്ളത്. മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, നിറയെ മരങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാം പോയി. നിങ്ങൾ മാസ്ക് എന്താ വെക്കാത്തതെന്ന് ചോദിക്കാത്തത്, കാരണം ഇവിടെ ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത്. ഇറങ്ങുമ്പോഴും പോകുമ്പോഴൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ഒറ്റ മനുഷ്യ കുട്ടി പോലും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓഫ് ചെയ്തല്ല, ഊരിയതാണ്. ഇതേ വൈകുന്നേരം സമയം ആവാറായപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, മാനത്ത് നക്ഷത്രങ്ങളല്ല കിളികൾ കൂടണയാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇനിയൊരു 10 മിനിറ്റ് ഒരാളിവിടെ ദേ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ഷീണമൊക്കെ തീർത്തിട്ട് മെല്ലെ താഴോട്ട് ഇറങ്ങി പോവാം. അപ്പോൾ നേരെ നോക്കൂ, എന്ത് പ്രകൃതി രമണീയമായ കാഴ്ചയാണ് അല്ലേ. ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അത്ര ഒരു ഭംഗിയുള്ള കാഴ്ച നമുക്ക് വേറെ എവിടെ പോയാലും കാണാൻ പറ്റുക അല്ലേ. അപ്പം നമ്മളിതേ തിരിച്ച് ഇറങ്ങി തുടങ്ങായിട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംഭവം. വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു കിണർ പോലത്തെ ഒരു സംഭവം ഉണ്ട് എന്ന്.
അപ്പോൾ അതെവിടെയാണ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് കണ്ടുപിടിച്ചു കേട്ടോ ഞങ്ങൾ. പക്ഷെ അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ കാടും പടലൊക്കെ പിടിച്ച് മൂടിക്കിടക്കണതേ കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. വെള്ളമൊന്നുമില്ലെങ്കിലും ലാസ്റ്റ് ഞങ്ങളത് തേടി കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരേക്കും ചിൽഡ്രൻസ് ടേക്ക് കെയർ. ടാറ്റാ ബൈ ബൈ.